ഷാൽ വി ടെൽ ദ പ്രസിഡൻറ്റ് 1977 ജെഫ്രി ആർച്ചർ എന്ന് പറഞ്ഞ അപസർപ്പക നോവലിസ്റ്റ് എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ്. അതായത് ഒരു വനിതാ പ്രസിഡൻറ്റ് അമേരിക്കയിൽ സ്ഥാനമേക്കാൻ പോകുന്നു. അവരെ സത്യപ്രതിജ്ഞാ ദിനത്തിൽ തന്നെ അവരെ വധിക്കാനായിട്ട് ഒരു പറ്റം ആളുകൾ ശ്രമിക്കുന്നു, നിഗൂഢ ശക്തികൾ ശ്രമിക്കുന്നു. അത് കണ്ടുപിടിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ആ FBI ഡിറ്റക്റ്റീവുകളുടെ ദൗത്യം. അതേപ്പറ്റിയാണ് കഥ. അതാണ് അന്ന് കാര്യപ്പെട്ട പ്രചാരം നേടിയ ഒരു പുസ്തകമായിരുന്നു അത്. അപ്പോൾ അതിലെ ഷാൽ വി ടെൽ ദ പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട ചൊല്ലുണ്ട്, ദ പ്രസിഡൻറ്റ് നോസ് എവരിതിങ്. പ്രസിഡൻറ്റിന് എല്ലാ കാര്യവും അറിയാം. അപ്പോൾ നമ്മൾ ഉപദേശിക്കാനും പറയാനും ഒന്നും പോകേണ്ട കാര്യമില്ല. ഏതൊരു കാര്യത്തെപ്പറ്റിയും പ്രസിഡൻറ്റിന് അറിയാം. എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി അറിയാമെന്നായിരിക്കില്ല, അതറിയാനുള്ള എല്ലാ സംവിധാനവും പ്രസിഡൻറ്റിനുണ്ട്. എല്ലാ കാര്യങ്ങളും ഏതറിയണം ഏതറിയേണ്ട എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കാനുള്ള ആ കഴിവ്, അതിനുള്ള സൗകര്യങ്ങൾ പ്രസിഡൻറ്റിനുണ്ട്, വേറെ ആർക്കും അതില്ല. അതുകൊണ്ട് പ്രസിഡൻറ്റ് നോസ് എവരിതിങ് എന്നാണ് ആ ചൊല്ല് തന്നെ. അപ്പോൾ ആ സാഹചര്യത്തിലാണ് പ്രസിഡൻറ്റ് ട്രംപിനോട് ആരെങ്കിലും ഒരു ഉപദേശമോ നിർദ്ദേശങ്ങളോ ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പ്രസിഡൻറ്റ് ഓഫ് കോഴ്സ് എല്ലാത്തിനും ഉപരിയാണ്, എല്ലാ ആളുകളിൽ നിന്നും ഉപരിയാണ്. പ്രത്യേകിച്ച് പ്രസിഡൻറ്റ് ട്രംപ് എല്ലാത്തരം പ്രതിസന്ധികളും നേരിട്ടാണ്, വധശ്രമം വരെ അതിജീവിച്ചാണ് അദ്ദേഹം പ്രസിഡൻ്റായത്. എല്ലാ തരത്തിലുള്ള കേസും കൂട്ടവും ആരോപണങ്ങളും എല്ലാം കഴിഞ്ഞ്. അപ്പോൾ അങ്ങനെ ഒരു പ്രസിഡൻറ്റിനെ മറ്റാർക്കും നിയന്ത്രിക്കാനാവുമെന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പ്രസിഡൻറ്റിൻ്റെ പ്രസ്താവനകൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ, ഈ ട്രൂത്ത് സോഷ്യലിൽ, അത് ഈ എക്സുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് എക്സ് പുറത്താക്കിയപ്പം, അത് ഒരു ഇന്ത്യക്കാരിയാണെന്ന് പുറത്താക്കിയത് എക്സിൽ നിന്ന്, അന്നേരം സ്ഥാപിച്ചതാണ് ഈ ട്രൂത്ത് സോഷ്യൽ. അമേരിക്കൻ പ്രസിഡൻറ്റിനെ എക്സിലെ ഒരു ഉദ്യോഗസ്ഥ, ഒരു ലോ ഓഫീസർ, ഒരു ഇന്ത്യക്കാരി പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരം തന്നെയാണ് ഒരർത്ഥത്തിൽ. ആലോചിച്ച് നോക്കിയാൽ, തിരിഞ്ഞു നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ട്രൂത്ത് സോഷ്യൽ ഉണ്ടാകുന്നത്. അതിൽ 6 മില്യൺ ആളുകൾ ട്രംപിൻ്റെ ഫോളോവേഴ്സും ഉണ്ട്. അപ്പോൾ ആ ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹത്തിന് വായി തോന്നുന്നതും മനസ്സിൽ തോന്നുന്നതും എല്ലാം അന്നേരം കുറിക്കുന്നു. അപ്പോൾ അതിൽ ഈയിടയ്ക്ക് കുറിച്ച കാര്യങ്ങളെല്ലാം കുറച്ച് വിവാദങ്ങളും ഈ ലോകമെങ്ങും ആശങ്കകളും ഉണർത്തി. അതുപോലെ തന്നെ ഈ അമേരിക്കയിൽ പലവിധ സംശയങ്ങളും ഉയർത്തി. അതേപ്പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഈ ഒന്നാമത്തെ കാര്യം, ഇന്ന് രാത്രി ഒരു ജനപദം, ഒരു സംസ്കാരം ഇല്ലാതാകാൻ പോകുന്നു. ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ. എന്ന് പറഞ്ഞാൽ ഇറാനെ തകർത്ത് കളയും ഇന്ന് രാത്രി, ആ ഡെഡ് ലൈൻ കൊടുത്തത്. അപ്പോഴത്തേക്ക് ലോകമെങ്ങും ആശങ്ക പടർന്നു. അമേരിക്ക പറയുന്നത് അമേരിക്കൻ പ്രസിഡൻ്റാണ്. അമേരിക്ക അതിനുള്ള ശേഷിയും ശക്തിയുമുണ്ട്. ഇറാനെ തകർത്ത് കളയാനായിട്ട് ഇറാൻ്റെ ഏത് ഭാഗം വേണമെങ്കിലും ഏതുതരം ബോംബിട്ട് വേണമെങ്കിലും നശിപ്പിക്കാനായിട്ടുള്ള കഴിവുമുണ്ട്. ഒരു ജനപദത്തെ ഇല്ലാതാക്കാനൊക്കെ തീർച്ചയായിട്ടും കഴിയും. പക്ഷേ എന്തായാലും ഭാഗ്യവശാൽ അതൊന്നും ഉണ്ടായില്ല. പക്ഷേ എന്നാലും അങ്ങനെ ഒരു പ്രസ്താവന വന്നപ്പോൾ അത് പരക്കെ ആശങ്കയുണ്ടാക്കി. അതിനു പുറമേ ഈ എഫ് വാക്കൊക്കെ ഉപയോഗിച്ചുള്ള ആ പ്രസ്താവനയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ പരാമർശങ്ങൾ, അപ്പോൾ ഒരു പ്രസിഡൻറ്റിന് യോജിച്ചതല്ല എഫ് വാക്ക് ഉപയോഗിക്കുന്നത്, തീർച്ചയായിട്ടും യോജിച്ച കാര്യമല്ല. നമ്മുടെ ഡാഷ്മോനെ ഉപയോഗിച്ച പോലെ അതൊരു മോശപ്പെട്ട കാര്യം തന്നെ. ഓരോ പദവിക്കും അതിൻ്റേതായ മഹത്വമുണ്ടല്ലോ. അപ്പോൾ അത് ഒന്ന് കെട്ടടങ്ങി ഏകദേശം പാകിസ്ഥാനിൽ പോയി ചർച്ച ഒന്നും വിജയിച്ചില്ലെങ്കിലും, ചർച്ച വിജയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. എങ്കിലും ചർച്ച നടന്നല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. ഇപ്പം അതിനുശേഷമാണ് അവിടുന്ന് ഈ ഹോർമോസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്കൊക്കെ ടോള് പിരിക്കാമെന്ന് ഇറാൻകാർ സ്വപ്നം കണ്ടത്. അപ്പോൾ ട്രംപ് പറഞ്ഞു, ഒരു കപ്പലെങ്കിലും അവിടെ ഒന്നുകിൽ എല്ലാ കപ്പലും ടോളില്ലാതെ പോകും, അല്ലെങ്കിൽ ഒരു കപ്പലും അതിലൂടെ പോകുകയില്ല എന്ന് പറഞ്ഞാണ് ട്രംപ് ബ്ലോക്കേഡ് പ്രഖ്യാപിച്ചത്. ഇന്നിപ്പം ബ്ലോക്കേഡ് ആരംഭിച്ചു. അതോടുകൂടി ഈ ഇറാൻ്റെ തുറമുഖങ്ങളിൽ നിന്നൊക്കെ പോകുന്ന കപ്പലുകൾ അങ്ങോട്ട് അടുക്കാനോ തിരിച്ചു പോകാനോ പറ്റാത്തൊരു സ്ഥിതി വന്നു. അപ്പോൾ എന്തായാലും ഇറാൻ ഇപ്പം ലേറ്റസ്റ്റ് പറയുന്നത്, ഇറാൻ ചർച്ചയ്ക്ക് വീണ്ടും തയ്യാറായിട്ട് വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെ. ആ ശക്തി മുട്ടാളനോട് ഈ വടി തന്നെ എടുക്കണം, വടിയെടുക്കുമ്പോഴത്തേക്ക് അവർ പഠിക്കും എന്നുള്ള രീതിയിൽ ആണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുണ്ട വിവാദങ്ങളാണ് നമ്മളെ അലോസരപ്പെടുത്തുന്നത്. ഈ പ്രസിഡൻറ്റ് പോപ്പുമായിട്ട് ഒരു അമേരിക്കക്കാരൻ ആദ്യമായിട്ട് മാർപ്പാപ്പായാവുന്നതാണ്. അദ്ദേഹവുമായിട്ട് കുമ്പ് കുറുക്കേണ്ട ഒരു കാര്യവുമില്ല. സാമാന്യ നിലയിൽ ഈ കത്തോലിക്ക വിശ്വാസികളെല്ലാം വിചാരിക്കുന്നത് തന്നെയാണ്. പോപ്പ് പറയുന്ന യുദ്ധമുണ്ടാകരുത്, എപ്പോഴും ഡയലോഗിലൂടെ, ചർച്ചകളിലൂടെ കാര്യങ്ങൾ നടക്കണം, സമാധാനം വേണം. ഇതൊക്കെ അല്ലാതെ പോപ്പിന് എന്തോ പറയാൻ പറ്റും? നിങ്ങൾ അത്യാവശ്യ സന്ദർഭത്തിന് ജസ്റ്റ് വാർ, നീതിപൂർവമായൊരു യുദ്ധം നിങ്ങൾ നടത്തിക്കോളൂ, ആളുകളെ കൊന്നോളൂ, അല്ലെങ്കിൽ ആളുകൾ കൊല്ലപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും പോപ്പിന് പറയാൻ പറ്റുമോ? അപ്പം ബൈബിളും ഗോസ്പലും സുവിശേഷവും ഒക്കെ അനുസരിച്ച് പറയുമ്പോൾ സമാധാനവും ഈ യുദ്ധത്തിനെതിരെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. അപ്പം
അദ്ദേഹം പറഞ്ഞത് അതാണ്, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇങ്ങനെയൊക്കെയുള്ള ബൈബിൾ വാചകങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് അമേരിക്കയുടെ നിലപാടുകൾ, ഈ ഇറാനെ ആക്രമിക്കുന്ന നിലപാടുകളും ഇറാനെതിരെയുള്ള കാര്യങ്ങളെയും ആണ് ട്രംപ് മാർപ്പാപ്പ പരാമർശിച്ചത്. അപ്പോൾ അത് ട്രംപിനെ അങ്ങ് അലോസരപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പോപ്പ് വീക്ക് ഓൺ ക്രൈം, ഈ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ വളരെ ദൗർബല്യം കാണിക്കുന്നു. അതുപോലെ തന്നെ ഫോറിൻ പോളിസിയുടെ കാര്യത്തിലാണെങ്കിൽ ടെറിബിളാണ്, ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെയും പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം മാർപ്പാപ്പ ആയത് താൻ പ്രസിഡൻ്റ് ആയതുകൊണ്ടാണ് അതിനെ സ്വാധീനിച്ചു എന്ന്. അത് എങ്ങനെയാണെന്ന് വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയും അവകാശപ്പെട്ടു. അതിനു പുറമെ ട്രംപിൻ്റെ മാർപ്പാപ്പായുടെ സഹോദരൻ, ഫ്ലോറിഡയിലുള്ള സഹോദരൻ, അദ്ദേഹം മാഗ റിപ്പബ്ലിക്കനാണ്. അപ്പോൾ അദ്ദേഹത്തെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതിനെതിരെ എന്തായാലും പോപ്പ് പറഞ്ഞിരിക്കുന്നത്, പോപ്പ് അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. പോപ്പ് പറഞ്ഞത് ട്രംപ് ഭരണകൂടത്തെയൊന്നും താൻ ഭയപ്പെടുന്നില്ല, താൻ ഗോസ്പലിലും വിശ്വാസത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, കത്തോലിക്ക സഭയുടെ വിശ്വാസ കാര്യങ്ങളാണ് പറഞ്ഞത്, അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലാന്ന്. അതങ്ങനെ തന്നെയാണെന്ന് നമുക്കും അറിയാം. പക്ഷെ അതിനെ അമേരിക്കൻ പൊളിറ്റിക്സിൽ ഇടപെടുന്നതായിട്ടാണ് ഇവിടെ ചിത്രീകരിക്കപ്പെട്ടത്. അപ്പം കത്തോലിക്കനായ വൈസ് പ്രസിഡന്റ് JD വാൻസ് അത് പിന്നീട് തറപ്പിച്ച് പറയുകയും ചെയ്തു, പോപ്പ് ഇവിടുത്തെ കാര്യങ്ങളിലൊന്നും ഇടപെടരുത്, ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റിയൊന്നും അഭിപ്രായം പറയരുത് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയായിരുന്നാലും പോപ്പിൻ്റെ നിലപാടുകൾ ബൈബിളിനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് സംസാരിക്കുന്നെന്ന് മാത്രം. അപ്പോൾ അതിനെതിരെ ഇത്ര കടുത്ത വാക്കുകളും ഇത്തരം പ്രയോഗങ്ങളൊന്നും ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളതാണ് അറിയേണ്ട കാര്യം. അപ്പോൾ പോപ്പ് മറുപടി പറഞ്ഞത്, തനിക്കിതിൽ പേടിയൊന്നുമില്ല, പക്ഷേ അദ്ദേഹവും അമേരിക്കൻ പൗരനാണ്, അദ്ദേഹത്തിൻ്റെയും കൂടി പ്രസിഡൻ്റാണിത്. ഇപ്പോൾ അദ്ദേഹം വത്തിക്കാൻ രാഷ്ട്രത്തിൻ്റെ തലവനാണ്, അദ്ദേഹത്തിന് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഒന്നും പ്രശ്നമല്ലായിരിക്കാം. എങ്കിൽ കൂടി എന്തായാലും പോപ്പ് അങ്ങനെയേ പറഞ്ഞുള്ളൂ, അങ്ങനെയേ പറയുള്ളൂ എന്ന് നമുക്കറിയാം. അത് ഒരു കാര്യം. അതിനുശേഷമാണ് യേശുക്രിസ്തുവിൻ്റെ മാതൃകയിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിത്രം ട്രംപ് പങ്കുവെച്ചത്, ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. അതിൽ പ്രത്യേകിച്ച് വിശദീകരണങ്ങളൊന്നുമില്ല. അത് കണ്ടാൽ തന്നെ യേശുക്രിസ്തു ആരെയോ സുഖപ്പെടുത്തുന്നു, ആ രീതിയിലാണ് ഒരാൾ പ്രാർത്ഥിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ചിത്രമുണ്ട്, പുറകിൽ വേറെയും കുറച്ച് ആളുകളും. അതുപോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വെളിച്ചം. ഇതെല്ലാം കൂടെ കാണുമ്പോൾ തന്നെ അതൊരു ക്രിസ്തുവിൻ്റെ രൂപമാണ്, മാതൃകയാണെന്നുള്ള ഒരു ധാരണയാണ് പരക്കെ ഉണ്ടാകുന്നത്. എന്തായാലും അത് ഒരു ബ്ലാഷ്ഫമി, അതായത് ദൈവദൂഷണമാണ്. ദൈവത്തെ ഇങ്ങനെ ദൈവത്തിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുതെന്ന് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് തന്നെ. അപ്പം വെറുതെ ദൈവത്തിൻ്റെ നാമമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചിത്രമോ ഒക്കെ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിമർശനം ഉയർന്നു. അപ്പോഴത്തേക്ക് ട്രംപ് അത് മാറ്റി. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചത് അതൊരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഈ റെഡ് ക്രോസ് അതിൻ്റെ വോളണ്ടിയറുടെ ആ രീതിയിലുള്ളത് ആണ് ഉദ്ദേശിച്ചത്. ആളുകളെ സുഖപ്പെടുത്തുന്ന ആ ഒരു ചിത്രമാണ് താൻ പങ്കുവെച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അത് കാത്തലിക് ബിഷപ്സും പലരും ട്രംപിൻ്റെ നയങ്ങളെ ശക്തമായിട്ട്, ഈ പരിപാടികളെല്ലാം ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഇതൊന്നും ശരിയല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അതുപോലെ തന്നെ മാർപ്പാപ്പായെ വിമർശിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് അവർ പറയുകയും ചെയ്തു. അതേസമയം തന്നെ ഈ കുടിയേറ്റ കാര്യങ്ങളിൽ ആളുകളെ പുറത്താക്കുന്നതിനോട് കത്തോലിക്ക സഭയിൽ തന്നെ ഈ കാത്തലിക് ലീഗ് എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അവർക്ക് ഇവിടുന്ന് ആളുകളെ മില്യൻസിനെ പുറത്താക്കുന്നതിന് ഒരു വിരോധവുമില്ല. അതുപോലെ തന്നെ യുദ്ധം ആവശ്യമുണ്ടെങ്കിൽ യുദ്ധം ചെയ്യണം, യുദ്ധം ചെയ്താലേ സമാധാനം ഉണ്ടാവുമെന്ന് കരുതുന്ന അവരുടെ ഒരു പോസ്റ്റ് കണ്ടു, കാത്തലിക് ലീഗ്. ഇങ്ങനെയുമുള്ള ആളുകളുണ്ട്. എന്തായാലും ബിഷപ്സ് ആ രീതിയിലല്ല കണക്കാക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടുന്ന് ആളുകളെ ഈ ക്രൂരമായിട്ട് പുറത്താക്കുന്ന ആ നടപടിയും മറ്റുമാണ് സഭ എതിർക്കുന്നത്. മാർപ്പാപ്പായും അതുതന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് മാർപ്പാപ്പയെ വീക്ക് ഓൺ ക്രൈം എന്ന് ട്രംപ് വിശേഷിപ്പിച്ചത്. എങ്ങനെയായിരുന്നാലും ഈ സംഭവത്തിന് പിന്നാലെയാണ് ഈ യേശുക്രിസ്തുവിൻ്റെ ചിത്രം വന്നത്. അപ്പോൾ ഇതിലൊക്കെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം കൂടി വന്നതോടുകൂടി ഈ അമേരിക്ക ഒട്ടാകെ ട്രംപിൻ്റെ മാനസിക നില പരിശോധിക്കണം. അടുത്ത ജൂണിൽ 80 വയസ്സ് തികയാണ് പ്രസിഡൻറ്റിന്. അപ്പോൾ 80 വയസ്സാകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസിക നില പരിശോധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് സംസാരിക്കുകയും ഡിറേഞ്ച്ഡായിട്ട് പരസ്പര ബന്ധമില്ലാതെ കാര്യങ്ങൾ പറയുന്നു എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു. അതുകൊണ്ട് 25-ാം ഭേദഗതി ഉപയോഗിക്കണമെന്ന്, 25-ാം അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ നേരത്തെ 2-3 ദിവസം മുമ്പ് ചെയ്യുകയുണ്ടായി. അപ്പം നേരെമറിച്ച് ഇത് ട്രംപ് വളരെ ബുദ്ധിപൂർവ്വം ചെയ്യുന്നതാണ്. ഇത് ഓരോന്നും അറിഞ്ഞുകൊണ്ട്, ഓരോന്നും ഇതിൻ്റെ വരാഴികൾ ഇന്നതാണെന്ന് കണ്ടുകൊണ്ടുള്ള ഒരു നയതന്ത്രപരമായിട്ടുള്ള നീക്കമാണിതെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ പറയുന്നത്. എങ്ങനെയായാലും ഈ ട്രംപിനെ ഒന്ന് നിയന്ത്രിക്കാനോ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള അതിഭാവുകത്വം കലർന്ന പോസ്റ്റുകൾ
പിന്നെ മൊത്തത്തിൽ പിന്നെ അമേരിക്കയുടെ തന്നെ ഒരു ഇമേജിന് ദോഷകരമാണെന്നും ഈ ട്രംപിനോട് ആര് പറയും? പ്രസിഡന്റിനോട് അങ്ങനെ പറയാനുള്ള അധികാരം ആർക്കുമില്ല. ആ രീതിയിൽ പറയാൻ കെൽപ്പുള്ള ആരും ഇപ്പോഴും ഭരണകൂടത്തിലില്ല താനും. JD വാൻസിനാണെങ്കിൽ പിന്നെ 40 വയസ്സാകുന്നില്ല. അപ്പോൾ പിന്നെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം പോലും വളരെ ചെറുപ്പക്കാരനാണ്. പിന്നെ ആകെയുള്ളത് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസാണ്. അവരാണ് ഒട്ടേറെ നിയന്ത്രണങ്ങൾ എടുക്കുന്നതെന്നാണ് പറയുന്നത്. നമുക്കറിഞ്ഞുകൂടാ. എങ്ങനെയായിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വിവാദങ്ങൾ, ഈ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പിന്നെ ആശങ്ക ഉണർത്തുന്നു. പ്രത്യേകിച്ച് ഈ കടുത്ത ഭാഷയിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാം പിന്നെ ആശങ്കയിലാകുകയും ചെയ്യുന്നു.